Welcome back to edworld. Edwin here. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, എന്താണ് ഈ കണ്ണാടിയുടെ പ്രസക്തി എന്നല്ലേ? അതെ. അപ്പോൾ ഈ കണ്ണാടിയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ ഞാൻ ഈ കണ്ണാടി വെച്ചിട്ട് എങ്ങനെ ഉണ്ടായെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോഴത്തേക്കിനും നിങ്ങൾക്കുള്ള ഡൗട്ടായിരിക്കും ഈ കണ്ണാടിയുടെ പ്രസക്തി എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളും ഈ കണ്ണാടിയെ സറൗണ്ട് ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കണ്ണാടി വെച്ചാണ് ഇൻട്രോ ഒക്കെ എടുത്തത്. അപ്പോൾ ഈ കണ്ണാടി നമുക്ക് ഫ്രീ ആയിട്ട് തന്നത് വിജയപ്പയാണ്, എൻ്റെ അങ്കിളാണ്. അപ്പോഴത്തേനും വിജയപ്പയോടുള്ള ബിഗ് താങ്ക്സ് ആദ്യമേ തന്നെ പറയുവാണ്. ബിഗ് ഷൗട്ട് ഔട്ട് ടു വിജയപ്പ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഇന്നൊരു ടിപ്പാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഈ ചെക്കൻ എന്നെ എല്ലാ മാഴ്ച വന്നിട്ട് ഈ പറമ്പിൽ വന്നിട്ട് ഒരു ടിപ്പും DIY എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയാനായിട്ട്. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഓരോ സന്ദർഭങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഈ സന്ദർഭങ്ങൾ എല്ലാ ജീവിതത്തിലും വരുന്ന, അതായത് എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഓരോ DIYയും ടിപ്പും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വരും, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പും DIY ഒക്കെ പ്രയോജനപ്പെടുന്നതായിരിക്കും. നിങ്ങൾ അന്നേരം മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വിടാട്ടാ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരൻ പവൻ പ്രദീപ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഒരു വീഡിയോയിൽ തമ്പനയിലൊക്കെ പുള്ളിയുടെ ഫോട്ടോ ഒക്കെ വന്നിട്ടുള്ള. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്. ഓക്കെ, അതൊരു റൈറ്റിംഗ് നോട്ട്സിനെ പറ്റിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതെ. അപ്പോൾ നമുക്ക് ആദ്യം അവനോട് തന്നെ ചോദിക്കാം എന്നാ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതേപ്പറ്റിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അവനെ വിളിക്കാം കേട്ടോ, വീഡിയോ കോള്. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് പോകാം കേട്ടോ. ഹലോടാ പവനെ, കേക്കാവോ? എഡ്വിനെ കേൾക്കാടാ. നീ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ഒക്കെ ഒന്ന് പറഞ്ഞേ. അതിനെന്താടാ, പറയാലോ. എന്നാ പിന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആയാലോ? ഓക്കേടാ. ഒരിക്കൽ ഞാൻ പ്രേമിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിക്ക് ഞാനൊരു ലവ് ലെറ്റർ എഴുതുകയായിരുന്നു. ഈ സാഹിത്യം അത്ര വലിയ പിടുത്തമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് പല കവികളുടെയും കഥാകൃത്തുക്കളുടെയും വരികളൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെ ഒരു കത്ത് തയ്യാറാക്കി. ആ സമയത്താണ് വേറെ ഒരു പണിയില്ല എൻ്റെ അനിയനതെല്ലാം കാണുന്നുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ എന്നാ ചെയ്യാൻ പറ്റും? സ്പോട്ടിൽ വെച്ച് തന്നെ കയറി കാറ്റിപ്പുറത്തി. എന്നാ പറയാനാ, കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഓർത്തു അവൻ എഴുതാനേ അറിയൂ, വായിക്കാൻ അറിയത്തില്ലെന്ന്. എൻ്റെ അവിവേകം മൂലം നഷ്ടപ്പെട്ട കത്ത് വീണ്ടെടുക്കാൻ ഒരു വഴിയില്ലായിരുന്നു. മനുഷ്യനെ മനസ്സമാധാനമായിട്ടൊരു ലവ് ലെറ്റർ എഴുതാൻ സമ്മതിക്കാത്ത ഈ ലോകത്തിന് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ആകെ ഡാർക്ക് അടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടായ എഡ്വിൻ ഭാവിയിൽ ലവ് ലെറ്റർ എഴുതാൻ ഉള്ള ഒരു കിടിലൻ ട്രിക്ക് എനിക്ക് പറഞ്ഞു തന്നത്. കേട്ടല്ല, അവൻ്റെ ജീവിതം നടന്ന സംഭവം തന്നെയാണ്. അപ്പോഴത്തേക്കിനും ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് ലവ് ലെറ്റർ എഴുതുന്ന കാര്യങ്ങളൊന്നും അല്ല. ലവ് ലെറ്റർ മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും ഈ ടിപ്പിലൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടിപ്പ് എന്നാന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ അവനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവൻ എഴുതിക്കൊണ്ടിരുന്ന പേജ് കീറിക്കളയും. അപ്പോൾ ആ പേജ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം. അതല്ലേ സംഭവം? അത് തന്നെ. അപ്പോൾ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ, ഇതാ കണ്ടു. നമ്മളിപ്പോൾ ഒരു ഡയറിയിൽ എഴുതുന്നതെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഡയറിയിൽ നല്ലോണം എഴുതി കഴിയുമ്പോഴത്തേക്കിനും അത് കീറിക്കളയും. അപ്പോൾ അത് കീറിക്കളയുമ്പോഴത്തേക്കിനും നമ്മൾ അപ്പുറത്തെ പേജിൽ ഒരു പെൻസിൽ എടുക്കുക. പെൻസിൽ വെച്ച് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ഭാഗത്ത് ആ ഷെയ്ഡ് വരത്തില്ല. അപ്പോൾ അവിടെ വെള്ള കളർ വരും, ബാക്കിയുള്ളിടത്ത് ആ ഷെയ്ഡിൻ്റെ കളറും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എഴുതിയ കാര്യങ്ങളെല്ലാം അതേപടി കാണാം. അപ്പോൾ നമുക്ക് ആ എഴുതിയതെല്ലാം നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുപോലെ തന്നെ കാണുകയും ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞു ലവ് ലെറ്ററിൻ്റെ ഒക്കെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവിടുത്തേക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത്, ഇത് സീക്രട്ട് മെസ്സേജസ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. CIDs. അപ്പോൾ CIDs ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു, അപ്പോൾ അത് ആരും കാണാൻ പാടില്ല. അപ്പോൾ ഇത് മേടിക്കുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കീറിക്കളയും. അതായത് നമ്മൾ എഴുതിയ മെയിൻ കോപ്പി നമ്മൾ കീറിക്കളയും. എന്നിട്ട് അതിൻ്റെ പുറകിലുള്ള പേജ് നമ്മൾ അയച്ചു കൊടുക്കും. എന്നിട്ട് അത് കിട്ടുന്ന ആൾ വേണം ഷെയ്ഡ് ചെയ്ത് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതാണ് അവരുപയോഗിക്കുന്ന മെത്തഡ്. അപ്പോൾ ഈ മെത്തഡ് നിങ്ങൾക്കും എനിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, ഇനിയും
പറയാൻ പോകുന്ന ടിപ്പിലാണ് നമുക്ക് ഈ കണ്ണാടിയുടെ പ്രയോജനം വരുന്നത്. ഈ കണ്ണാടിയുടെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 3D ഗ്ലാസ് ആണെന്ന് എനിക്കറിയാം. 3D ഗ്ലാസ് അറിയാൻ വേറെ ലെവലൊരു പ്രയോജനം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ടീച്ചേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ടീച്ചേഴ്സിൽ ചില ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകതര ക്യാരക്ടറുണ്ട്. നിങ്ങളിത് ആ ക്ലിപ്പ് ഒന്ന് പോയി കണ്ടിട്ട് വാ. നിങ്ങൾ കണ്ടല്ലോ, അതിന് സംഭവം മനസ്സിലായോ? ഇല്ലല്ലേ? അവിടത്തേക്ക് ചില ടീച്ചേഴ്സ് ഉണ്ട്, അവർ ടെസ്റ്റ് പേപ്പറൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ പോലെ കുറേ കുത്തിവരെയും പിന്നെ തെങ്ങും കൊലയെല്ലാം വരച്ച് വെച്ചിട്ട് മൊത്തം ചുമലയായിരിക്കും. നമ്മുടെ മഷി നീലയാണെങ്കിലും അവരുടെ ചുമലായിരിക്കും എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തെറ്റ് കണ്ടുപിടിക്കാൻ ശരി ഏതാണെന്നൊന്നും പറ്റത്തില്ല. ടീച്ചേഴ്സ് നമ്മൾക്ക് തെറ്റിന്ന് പഠിക്കാനാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഞാനും അത് തന്നെ പറയുന്നത്, നമ്മൾക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നാലും ആ മിസ്റ്റേക്കിൽ നിന്ന് വേണം നമ്മൾ ശരി ഉത്തരം പഠിക്കാൻ. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് പേപ്പറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ കൺഫ്യൂഷൻ. അവിടെ മൊത്തം ചുമലയാണെന്നേ. അപ്പോൾ ഈ ചുമലെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ? അപ്പോൾ ഈ കണ്ണാടിയിൽ ഇതാണ് ചുമല. ഇതാണ് ചുമല. അപ്പോൾ നമ്മൾ നീല പൊതിഞ്ഞ് പിടിക്കണം. പൊതിഞ്ഞ് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ ഇതാ കണ്ടോ. നിങ്ങളിപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷനാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ എങ്ങനെ വന്നതെന്നറിയോ? ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ, ഞാൻ ബിഫോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേക്കഡ് ഐസ്, അതായത് ഫ്രണ്ടിലൊന്നും ഇല്ലാതെയാണ് ഞാൻ കണ്ടത്. പിന്നെ ആഫ്റ്റർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഇപ്പോൾ ഞാൻ ഈ നീല പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചുമലയാണ്. അപ്പോൾ ഈ ചുമല കണ്ണിക്കൂടെ നമ്മൾ ആ ടെക്സ്റ്റ് നോക്കുമ്പോഴാണ് ആഫ്റ്റർ റിയാക്ഷൻ വരുന്നത്. മനസ്സിലായോ? ആഫ്റ്റർ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഒരു ടിപ്പായിട്ട് കരുതിക്കൊള്ളാം. നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റ് കാണിക്കാം. ആ ടെക്സ്റ്റ് പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം. ഓക്കെ, നിങ്ങൾ ആ ടെക്സ്റ്റ് കണ്ടല്ലോ, ആ ടെക്സ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ വഴി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എടുക്കാം. ആ ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മൾ പല പല ക്രയോൺസ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ മിക്സൊക്കെ അടിച്ച് വെക്കുക. അതിൽ ഒരു കളർ എന്തായാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ കളർ വെച്ച്. നിങ്ങൾക്ക് ഈ കാർബൺ പേപ്പർ അറിയാമോ? ആ കാർബൺ പേപ്പറാണ് നമ്മളിപ്പോൾ കളർ അടിച്ചുണ്ടാക്കിയ പേപ്പർ. ആ പേപ്പർ നമ്മൾ താഴെ വെച്ചു. അതിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു പേപ്പർ വെച്ചു. ആ പേപ്പറിലാണ് നമ്മൾക്ക് വേണ്ട ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പേപ്പർ അതിനെ തൊട്ട് മുകളിൽ കൃത്യം പ്രിസൈസിലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു പേപ്പർ വെക്കും. ആ പേപ്പർ നല്ല പേപ്പർ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള പേപ്പർ വേണമെങ്കിൽ വെക്കാം. പറ്റുന്നത്ര കട്ടി കുറഞ്ഞ പേപ്പർ വെക്കാം. ഓക്കെ, അപ്പോൾ ആ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് പുറത്ത് ടെക്സ്റ്റ് എഴുതുമ്പോൾ അടിയുന്ന കളറ് നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്നത് നടുകഷ്ണം എന്ന് പറയുന്ന പേപ്പറിനകത്ത് നമ്മൾ പറ്റി പിടിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? നല്ല പേരല്ലേ നടുകഷ്ണം? കൊള്ളാം. അപ്പോൾ ആ പേപ്പറിലേക്കാണ് നമ്മൾ പറഞ്ഞ മഷിയെല്ലാം പിടിക്കുന്നത്. അതായത് കളർഫുൾ മഷി, റെയിൻബോ ടെക്സ്റ്റ്, അതന്നെ റെയിൻബോ ടെക്സ്റ്റ് വന്ന് പിടിക്കുന്നത്. ഓക്കെ, ഇന്ന് എത്ര പേരെ കണ്ടുപിടിച്ച്. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ എഴുതുമ്പോഴത്തേക്കിനും നിങ്ങൾ പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ കൈയുടെ പാടിൽ അവിടെ ഇങ്ങനെ കളർ വന്ന് പിടിക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുക? ഒരു സ്പോഞ്ച് അങ്ങോട്ട് നിരത്തി വെക്കും. ഇത് കാർബൺ പേപ്പറിൻ്റെ കേസിലാണല്ലോ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സ്പോഞ്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് എഴുതുന്നെങ്കിൽ സ്പോഞ്ചിൻ്റെ ആ ഒരു ഇംപ്രഷനിലേക്കാണ് നമ്മുടെ കൈയുടെ ഫോഴ്സ് മൊത്തം പോകുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ പേപ്പറിൽ നിന്ന് മഷി മുകളിലത്തെ പേപ്പറിലേക്ക് പിടിക്കത്തില്ല. ഇതെല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നതല്ലേ? ഈ ടിപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട്, ദിസ് ഇസ് എഡ്വിൻ വിത്ത് ദേവദത്തൻ സൈനിങ് ഔട്ട്.